നമ്മുടെ ആരോഗ്യത്തിന് ഒരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇപ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് തന്നെ ആരും തന്നെ ഉണ്ടാവില്ല. വൈറ്റമിൻ ഡി ആക്ച്വലി ഒരു ഹോർമോണാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുകയും ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു സ്റ്റിറോയിഡ് ഹോർമോണാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ് പെയിൻ, അമിതമായ ക്ഷീണം, മുടി കൊഴിച്ചൽ, ഓർമ്മക്കുറവ്, റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ലൈക്ക് പനി, ചുമ, ജലദോഷം തുടങ്ങിയവ ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നുള്ളത്. പ്രോപ്പറായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയും. 30 to 100 നാനോഗ്രാംസ് പെർ മില്ലി ആണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ലെസ് ദാൻ 20 ആണെങ്കിലാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 10 താഴെയാണെങ്കിൽ സിവിയർ ഡെഫിഷ്യൻസി ആയിട്ട് കണക്കാക്കപ്പെടും. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയാനുള്ള ഒരു മെയിൻ റീസൺ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നത് തന്നെയാണ്. വെയിലത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ പോലും പലരും സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. അതുതന്നെയാണ് വൈറ്റമിൻ ഡി കുറയാനുള്ള ഒരു മെയിൻ റീസൺ. സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് പതിച്ചാൽ മാത്രമേ വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കപ്പെടുകയുള്ളൂ. ഇത് മാത്രമല്ല, വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ളവരിലും അമിതമായ വണ്ണമുള്ളവരിലൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞു കാണാം. 2 തരത്തിലാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ഫസ്റ്റ് സോഴ്സ് സൺലൈറ്റ്. സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ കൊളസ്ട്രോളിനെ കൺവേർട്ട് ചെയ്ത് വൈറ്റമിൻ ഡി ആക്കി മാറ്റുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ ഡെയിലി 15 to 30 മിനിറ്റ്സ് സൺലൈറ്റ് കൊള്ളേണ്ടത് വളരെ നിർബന്ധമാണ്. സെക്കൻഡ് സോഴ്സ് ഭക്ഷണം. എല്ലാ ഭക്ഷണത്തിലും വൈറ്റമിൻ ഡി ഇല്ല. നോൺ വെജിലാണ് വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ളത്. മീൻ വിഭവങ്ങളായിട്ടുള്ള മത്തി, അയല, കല്ലുമ്മക്കായ, ചെമ്പല്ലി, കക്ക തുടങ്ങിയവയിലും മുട്ടയിലാണെങ്കിൽ മുട്ടയുടെ മഞ്ഞയിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പാടമാറ്റാത്ത പാല്. ഇനി പ്ലാന്റ് സോഴ്സിലാണെങ്കിൽ നേന്ത്രപ്പഴം, ചീരവർഗ്ഗങ്ങൾ, വൈറ്റ് മഷ്റൂം എന്നിവയിലാണ് വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണവും അതോടൊപ്പം സപ്ലിമെൻറ്റ്സും എടുക്കുന്നതിൻ്റെ കൂടെ 15 to 30 മിനിറ്റ്സ് വെയിൽ കൊള്ളേണ്ടത് വളരെ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് പരിഹരിക്കാൻ കഴിയൂ. അസ്ഥികളുടെ ആരോഗ്യം, കാൽസ്യത്തിൻ്റെ നിയന്ത്രണം, എനർജി ലെവൽ റെഗുലേഷൻ, ഇതുമാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധത്തിനും വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.